നിങ്ങൾക്ക് 100 കിലോയിൽ കൂടുതൽ ഭാരമോ അല്ലെങ്കിൽ 30% കൂടുതൽ ബോഡി ഫാറ്റോ ഉണ്ടോ എങ്കിൽ മാത്രമേ ഈ വീഡിയോ കണ്ടാൽ മതി. കാരണം ഇനി ഞാൻ പറയാൻ പോകുന്ന 3 കാര്യങ്ങൾ അവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അവർക്ക് വെയിറ്റ് ലോസ് വരാൻ വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്ന ഒരു 3 കാര്യങ്ങൾ മാത്രമാണ്. അതിലൊന്നാമത്തെ കാര്യം ഫുഡ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ഡയറ്റ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് വരില്ലെന്ന് ആർക്കറിയാൻ പാടില്ല. പക്ഷെ അങ്ങനെയല്ല. നമ്മളിപ്പോൾ ഒരു 128 കിലോ ഒക്കെ ആയിരിക്കുമ്പോൾ, ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ സ്ട്രഗിളിൽ നിന്നാണ് ഈ പറയുന്നത്. ഞാൻ 128 കിലോ ആയിരുന്നപ്പോൾ എനിക്ക് ഫുഡ് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മുടെ ബോഡിയിൽ ഓൾറെഡി വളരെ ഹൈ ആയിട്ടുള്ള ഇൻസുലിൻ ഉണ്ട്. ഇൻസുലിൻ റെസിസ്റ്റൻസിലാണ് നമ്മൾ. അപ്പോൾ എന്തുണ്ടാവും, നമുക്ക് ഫുഡ് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. എന്ത് കണ്ടാലും ക്രേവിങ്സ്, ചോറുണ്ണാനും മറ്റുള്ള പലഹാരങ്ങൾ കഴിക്കാനും ഷുഗർ കൂടുതൽ കഴിക്കാനും ഒക്കെ നമുക്ക് ക്രേവിങ്സ് ആയിരിക്കും. ഈ ക്രേവിങ്സ് മാറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ഇൻസുലിൻ സ്റ്റെബിലൈസ് ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫുഡും ചേഞ്ച് ചെയ്യരുത്. ഈ ഫുഡ് ചേഞ്ച് ചെയ്യാതെ തന്നെ അതിൻ്റെ ഒരു അളവ് മാത്രം കുറയ്ക്കുക. ഒരു 30% അല്ലെങ്കിൽ 20% മാത്രം കുറച്ചിട്ട് ആ സ്ഥാനത്ത് ഒരു 20 to 30 ഗ്രാം ബട്ടർ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ 2 ടീസ്പൂൺ ബട്ടർ കഴിക്കുക. ഇപ്പൊ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ നമ്മളൊരു ഗുഡ് സോഴ്സ് ഓഫ് ഫാറ്റ് ഇൻടേക്ക് ചെയ്തുകൊണ്ട് നമ്മളിപ്പോൾ നമ്മളൊരു ബിരിയാണിയോ മന്തിയോ അങ്ങനെ എന്തെങ്കിലുമാണ് കഴിച്ചെങ്കിൽ പോലും നമുക്ക് അതിൽ നിന്നുണ്ടാവാൻ സാധ്യതയുള്ള വളരെ വലിയൊരു ഷുഗർ സ്പൈക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഫുള്ളായിട്ട് കൺട്രോൾ ആവില്ലെങ്കിലും ചിലപ്പോൾ കുറച്ചെങ്കിലും കൺട്രോൾ ആവും. അപ്പൊ നമുക്ക് നേരത്തെ നമ്മൾ സ്റ്റോർ ചെയ്യാൻ സാധ്യതയുണ്ടായിരുന്ന ഫാറ്റ് ലെവൽസിൽ നിന്ന് കുറച്ച് ഡ്രോപ്പ് വരും. ഇതാണ് നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ സ്റ്റെപ്പ്. ഇങ്ങനെ ചെയ്യുന്നത് വഴിയിട്ട് നമുക്ക് കുറച്ച് വെയിറ്റ് ലോസ് കൊണ്ടുവരാനും നമ്മുടെ ക്രേവിങ്സിൽ കുറച്ചും കൂടി കൺട്രോൾ കൊണ്ടുവരാനും സാധിക്കും. പിന്നെ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻക്രീസ് ചെയ്തിട്ട് നല്ലൊരു ഡയറ്റിലേക്ക്, സ്ട്രിക്റ്റ് ഡയറ്റിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ആദ്യം നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മളെ തന്നെ ശീലിപ്പിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയ എൻ്റെ ഒരു സീക്രട്ടാണത്. എനിക്ക് സ്ട്രഗിൾ ഉണ്ടായിരുന്നപ്പോൾ, ഞാൻ 128 കിലോ ആയിരുന്നപ്പോൾ ഞാൻ ചെയ്ത് വിജയിച്ചൊരു കാര്യമാണ്. അപ്പോൾ പ്ലീസ് ട്രൈ ദിസ്. ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ കാര്യം ഞാൻ നാളെ പറഞ്ഞുതരാം. ഇത് ട്രൈ ചെയ്തിട്ട് പ്ലീസ് കമൻറ്റിൽ അറിയിക്കുക. ഓക്കെ.